ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ വർഷം ഞങ്ങൾക്ക് ഓണത്തിൻ്റെ ചാകരയായിരുന്നു. കാര്യം എന്താണെന്നോ? കഴിഞ്ഞ വർഷം ഞാനും ഹസ്ബൻഡും മാത്രമായി ഓണം ആഘോഷിച്ചെങ്കിൽ ഈ വർഷം ഞങ്ങൾക്ക് ഓണം 3 ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ചാകര തന്നെയാണ്. എൻ്റെ തറവാട്ടിൽ പോയി 1-ാം ഓണം, 2-ാം ഓണം എൻ്റെ ഫ്രണ്ട്സുമായി അടിച്ചു പൊളിച്ചു. 1-ാം ഓണത്തിൻ്റെയും 2-ാം ഓണത്തിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമല്ലോ ഇല്ലേ? 3-ാം ഓണം ഞങ്ങൾ താമസിക്കുന്ന മാത്യൂസ് ഹോമിലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾ താമസിക്കുന്നത് സെൻറ്റ് മാത്യൂസ് ഹോം ഫോർ സീനിയർ സിറ്റിസൺസിലാണെന്നുള്ള കാര്യം. അതുകൊണ്ട് മാത്യൂസ് ഹോമിലെ ഞങ്ങളുടെ 1-ാം ഓണത്തെപ്പറ്റി കേൾക്കണ്ടേ? ഇവിടെയും അതിമനോഹരമായൊരു പൂക്കളും ഡൈനിങ് ഹാളിൻ്റെ വെളിയിൽ തന്നെ ഇട്ടു. ഇവിടുത്തെ റെസിഡൻസ് അവർക്കാകാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തു ഈ പൂക്കളം ഉണ്ടാക്കുവാൻ വേണ്ടി. ഇവിടെ 3 ദിവസത്തെ ഓണപരിപാടികളായിരുന്നു. പൂരാടം നാളിൽ വിവിധ ഗെയിംസ് ഉണ്ടായിരുന്നു. ആദ്യമായി മിഠായി പെറുക്കലായിരുന്നു. ടേബിളിൻ്റെ മുകളിൽ വൻപയറാണ് മിഠായിയായി ഇട്ടത്. ഈ ചെറിയ സാധനം പെറുക്കിയെടുക്കാൻ ശരിക്കും വിഷമമായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. പിന്നത്തെ കളിയായിരുന്നു പാസിംഗ് ദ ബോൾ എന്ന പരിപാടി. മണി അടിക്കുമ്പോൾ ബോൾ പാസ് ചെയ്യണം. അതിനായിട്ട് എല്ലാവരും വട്ടത്തിലിരുന്നു. മണിയടി നിർത്തുമ്പോൾ ആരുടെ കയ്യിൽ ബോളുണ്ടോ ആ ആൾ ഔട്ടാകും. വളരെ വാശിയേറിയൊരു കളിയായിരുന്നു കേട്ടോ. ഫേസ് ടു ഫേസ് ഏരിയ. പിന്നെ അതിഗംഭീരമായ കളിയായ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്ന കളിയായിരുന്നു. നമ്മളെല്ലാം പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, TV ഷോകളിൽ കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും ഓണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കളികളെല്ലാം ഇങ്ങനെയുള്ള കളികളായിരിക്കുമല്ലോ. ഇത് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു കളിയായിരുന്നു. ഭാവനയായിരുന്നു ആ സുന്ദരി. ആളുകൾ അവിടെയും ഇവിടെയും എല്ലാം പൊട്ടുകുത്തു. പറയാതിരിക്കാൻ പറ്റത്തില്ല. പുരുഷന്മാർ മിക്കവരും കൃത്യമായി നെറ്റിയിൽ തന്നെ പൊട്ടുകുത്തി എന്നുള്ളതാണ് വാസ്തവം. അതെ അതെ. പോട്ടെ പോട്ടെ. വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ഉണ്ടായിരുന്നത് കസേരകളിയായിരുന്നു. അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ലായിരുന്നെങ്കിലും ഒട്ടുമുക്കാല ആൾക്കാരും പങ്കെടുത്തു എന്നതാണ് അതിൻ്റെ രസം. ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. എങ്കിലും പ്രായമായെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാൻ വളരെ രസമായിരുന്നു. ജയിച്ചു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ എന്നറിയാൻ വേണ്ടി ബലൂൺ വീർപ്പിക്കലുണ്ടായിരുന്നു. എല്ലാവരുടെയും ശ്വാസകോശം സ്പോഞ്ച് പോലെ തന്നെ മിക്കവാറും എല്ലാവർക്കും ബലൂൺ വീർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ കളികളൊക്കെ സാധാരണ കളിയാണെങ്കിലും ഓണത്തിന് ഈ കളികളൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ പ്രായമായവരെ കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യിക്കാൻ പാടുപെട്ട ഇവിടുത്തെ മിസ് ലിസിക്കും PRO ജോമിനും ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കുമൊക്കെ ഇവിടെയുള്ള എല്ലാവരുടെ ബിഹാഫിലും പിന്നെ എൻ്റെ സ്വന്തം ബിഹാഫിലും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഈ ഗെയിംസിൽ വിജയിച്ച എല്ലാവർക്കും സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ഈ 6 സമ്മാനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ. തിരുവോണം നാളിൽ അച്ഛന്മാർ സമ്മാനദാനങ്ങൾ നടത്തി. അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു, പായസം ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3-4 ദിവസമായി ഓണാഘോഷപരമായി കുറേയധികം കഴിച്ചിട്ട് 2 കിലോ എങ്കിലും ഭാരം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും പയ്യെ ഡയറ്റിംഗ് ഒക്കെ ചെയ്യണം. അതൊന്നും സാരമില്ല. നമ്മൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉപയോഗപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു അഹന്തയും കൂടാതെ എല്ലാവരോടും ഒത്തുചേർന്ന് ഒരു കുട്ടിയുടെ മനസ്സോടെ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും സന്തോഷം കാണാൻ സാധിക്കും. വലിയ വലിയ കാര്യങ്ങൾക്കായി കാത്തിരിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയെന്നേ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ വീട്ടിൽ അടച്ചു കെട്ടിയിരിക്കാതെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ.
എന്നിട്ടൊന്ന് സന്തോഷിച്ചേ. ഗോഡ് ബ്ലസ് യു ഓൾ.